നമസ്കാരം. മാധ്യമപ്രവർത്തനം അപകടം പിടിച്ച പണിയാകുമോ ഇനി എന്നാണ് ഈ സെഷൻ്റെ വിഷയം. ഇതിൽ പങ്കെടുക്കുന്നവരെ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ ആർ രാജഗോപാൽ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ ടെലിഗ്രാഫ് എന്ന ദിനപത്രത്തിൻ്റെ എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ചു. ഇപ്പോൾ എഡിറ്റർ അറ്റ് ലാർജ് എന്ന തസ്തികയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ജേർണലിസം പഠനത്തിന് ശേഷം തിരുവനന്തപുരത്തു നിന്നാണ് മാധ്യമപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് എക്കണോമിക് ടൈംസ്, ഇന്ത്യ ടുഡേ, ബിസിനസ് സ്റ്റാൻഡേർഡ് തുടങ്ങിയ പത്രങ്ങളിൽ പ്രവർത്തിച്ചു. പിന്നീട് കൊൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദ ടെലിഗ്രാഫിൽ ദീർഘകാലം മാധ്യമപ്രവർത്തനം എഡിറ്ററുമായിരുന്നു. ടെലിഗ്രാഫിൻ്റെ സവിശേഷത നമുക്കറിയാം. വളരെ ധീരമായ എഡിറ്റോറിയൽ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ ആ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ നേതൃത്വം ആർ രാജഗോപാലിനായിരുന്നു. അദ്ദേഹം ഈ സെഷനിൽ പങ്കെടുക്കും. ശ്രീ ജി പ്രമോദ് കുമാർ ഒരു മുൻ മാധ്യമപ്രവർത്തകൻ എന്ന് പറയാൻ കഴിയില്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അദ്ദേഹം PTIയിലും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന വാർത്താ ഏജൻസിയിലും ഹിന്ദുവിലും ദീർഘകാലം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള UNDP എന്ന വിഭാഗത്തിൽ 12 വർഷത്തോളം പ്രവർത്തിച്ചു. അവിടെ നിന്ന് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റിന് ശേഷം ഫസ്റ്റ് പോസ്റ്റ്, ഹഫിംഗ്ടൺ പോസ്റ്റ്, ഇന്ത്യൻ എക്സ്പ്രസ് എന്നീ മാധ്യമങ്ങളിൽ കോളങ്ങൾ എഴുതുന്നു. മാതൃഭൂമി ദിനപത്രത്തിലും അദ്ദേഹം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തനവും ജനാധിപത്യത്തിൻ്റെ തന്നെ അനിവാര്യമായ ഭാഗമായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ വിഷയം, മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഈ വിഷയം ഒരു പൊതു പ്രശ്നമായി അവതരിപ്പിക്കുകയും അതെല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, മാധ്യമപ്രവർത്തനവും മാധ്യമങ്ങളും ഏതെങ്കിലും നിയമത്തിൻ്റെയോ ഭരണഘടനാ വ്യവസ്ഥകളുടെയോ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. മറിച്ച് അനുച്ഛേദം 19(1)(a) ഇന്ത്യൻ ഭരണഘടന, ഈ അനുച്ഛേദ പ്രകാരം ഇന്ത്യൻ ഭരണഘടന സ്വന്തം പൗരന്മാർക്ക് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൗലിക അവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് പ്രത്യേകമായി മറ്റൊരു പരിരക്ഷയുമില്ല. എന്നാൽ നാം വളരെ ഉദാരമായി മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റ് 3 തൂണുകൾക്കും ഭരണഘടന അനുസൃതമായ, നിയമാനുസൃതമായ ചട്ടക്കൂടുകളുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ അങ്ങനെയല്ല. എന്നിട്ടും നാം 4-ാം തൂണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യത്തിന് നാം നൽകുന്ന പവിത്രമായ, പരിപാവനമായ സ്ഥാനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ജനാധിപത്യ സമൂഹത്തിലും ജനാധിപത്യ രാജ്യങ്ങളിലും മാത്രമേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാകൂ. ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റുകളിലോ അതോറിറ്റേറിയൻ സ്റ്റേറ്റുകളിലോ മറ്റോ മതരാഷ്ട്ര ഭരണകൂടങ്ങളുള്ള സ്റ്റേറ്റുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള സ്റ്റേറ്റുകളിലൊക്കെ തന്നെ സ്വതന്ത്ര മാധ്യമങ്ങളില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനം അപകടം പിടിച്ച പണിയാകുമോ എന്ന ചോദ്യം, ജനാധിപത്യം അപകടത്തിലാണോ അല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലാകുമോ എന്ന ചോദ്യം ആണ് ഉയർത്തുന്നത് എന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ ആമുഖ പ്രതികരണം ഞാൻ ശ്രീ രാജഗോപാലിൽ നിന്ന് ക്ഷണിക്കുന്നു. മാധ്യമപ്രവർത്തനം അപകടം പിടിച്ചതാണോ എന്ന് ചോദിച്ചാൽ അത് ആപേക്ഷികമാണ്. എന്ത് തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റിപ്പബ്ലിക് TV, അർണബ് ഗോസ്വാമി നടത്തുന്ന മാധ്യമപ്രവർത്തനം ഒരിക്കലും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ അപകടമല്ല. പക്ഷേ സിദ്ധാർത്ഥ് വരെ നടത്തുന്ന മാധ്യമപ്രവർത്തനം തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ പലപ്പോഴും മറക്കുന്നത്, ഇന്ത്യയിലെ ഇപ്പോൾ കശ്മീരിലെ ജേർണലിസം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇന്ത്യ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അതായത് അവിടുത്തെ പത്രങ്ങൾ ക്യാരി ചെയ്യുന്ന വാർത്ത എത്ര ടൺ ആപ്പിൾ ഹാർവെസ്റ്റ് ചെയ്തു, വെതർ, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, ടൂറിസ്റ്റ് എന്ന് വരുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. ഇത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ചെകിട്ടത്തുള്ളൊരു അടിയാണ്. അതായത് അവർ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയമായുള്ളതോ സെക്യൂരിറ്റിയായുള്ള വാർത്തകൾ ക്യാരി ചെയ്യാതെ ഭരണപക്ഷത്തിൻ്റെ, പണ്ട് എമർജൻസിക്ക് നമ്മൾ പേജ് ബ്ലാങ്ക് ഇട്ടായിട്ട് പ്രതികരിക്കുമായിരുന്നു. അതുപോലെ കശ്മീരിലെ ജേർണലിസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ മൈക്കിന് കുഴപ്പമാണോ? ഞാൻ വേറെ മൈക്കുണ്ടോ? ക്ഷമിക്കണം.
ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തനം അപകടമാണോ എന്ന് ചോദിച്ചാൽ അത് എന്താണ് മാധ്യമപ്രവർത്തനം എന്നൊരു ആപേക്ഷികമായ ഒരു സംഭവമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമി ചെയ്യുന്ന മാധ്യമപ്രവർത്തനം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരിക്കലും അപകടകരമല്ല. എന്നാൽ സിദ്ധാർത്ഥ് വരരാജൻ ചെയ്യുന്ന ജേർണലിസം തീർച്ചയായിട്ടും അപകടകരമാണ്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരിൽ ഏകദേശം 2019 ശേഷം അവിടുത്തെ ജേർണലിസത്തിന് ശരിക്കും അടിച്ചൊടിക്കുക നടുവൊടിക്കുക എന്നുള്ള രീതിയിൽ ശരിക്കും തല്ലി തന്നെ ചൂരൽ കൊണ്ട് തല്ലി തന്നെ അടിച്ചമർത്തി. നമ്മൾ ആരും അതിനെക്കുറിച്ച് നമ്മളാരും അറിഞ്ഞവരറിഞ്ഞെന്ന് നടിക്കുന്നില്ല, അല്ലാത്തവർ അറിയുന്നില്ല. അവിടുത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എത്ര ആപ്പിൾ ഉണ്ടായി, ആപ്പിളിൻ്റെ നിറം ഇത്തവണ ചുവക്കാൻ കാര്യം എന്താണ്, അല്ലെങ്കിൽ പച്ചയാവാൻ കാര്യം എന്താ, വെള്ളയാവാൻ കാര്യം എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗുൽഹോങ്ങർ പൂക്കളുടെ നിറം എന്താണ്. ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഇങ്ങനെയുള്ള സ്റ്റോറീസും ഇങ്ങനെയുള്ള വാർത്തകളുമാണ് അവർ കാര്യം ചെയ്യുന്നത്. അത് മനഃപൂർവ്വം ഭരണകൂടത്തിൻ്റെ ചികട്ടത്തടിക്കാൻ അവർ കഴിയുന്ന രീതിയിൽ ചെയ്യുന്ന. നമ്മൾ പണ്ട് എമർജൻസിയുടെ സമയത്ത് പലപ്പോഴും ബ്ലാങ്ക് എഡിറ്റോറിയൽ വെച്ച് പല പത്രങ്ങളും ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കും. നമ്മൾ വളരെ ധീരം എന്ന് പറയുമായിരുന്നു. ഇത് തല്ലുകൊണ്ട ശേഷവും അവരിതുപോലെ പ്രതികരിക്കുന്നുള്ള ഇതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, മലയാളത്തിൽ ഇത്രയും പ്രോഗ്രസീവായും എന്ന് നമ്മൾ എത്ര പേര് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു? ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന സംഭവമാണ് 4-5 വർഷമായിട്ട്. മണിപ്പൂരിൽ അതുപോലെ അവർക്ക് തോന്നുമ്പോഴെല്ലാം ഇൻ്റർനെറ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനെ ഒരു ക്രിയേറ്റീവ് ലെവലിലല്ല, ഒരു ജേർണലിസ്റ്റിൻ്റെ ലെവലിലല്ല, ടെക്നോളജി ലെവൽ. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള റൈറ്റ്സ്, ടെക്നോളജി റൈറ്റ്സ് പോലും ഗവൺമെൻറ്റിന് തോന്നുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ള നാട്യമാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ 10 മിനിറ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ ടെൻഷൻ ആലോചിച്ച് നോക്കും. 10 മിനിറ്റ് പോകുക നമ്മൾ കാണിക്കുന്ന ഇറിറ്റേഷൻ, നമ്മൾ വിളിച്ച് ഷൗട്ട് ചെയ്യുന്നു, കരിയറിനെ വിളിച്ച് ഷൗട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അതേസമയം ഒരു ജനത മുഴുവനായിട്ടും മാസങ്ങളോളം വർഷങ്ങളോളം ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ അത് ഇക്കാലത്ത് ഇങ്ങനെ കഴിയുക പക്ഷേ എന്നിട്ട് നമ്മൾ പറയുന്ന കശ്മീരിൽ സമാധാനമുണ്ട്. അപ്പോൾ ജേർണലിസം അപകടം പിടിച്ചതാണെന്നോ? തീർച്ചയായിട്ടും അപകടം പിടിച്ചതല്ല. അതായത് രാമമന്ദിരം അയോധ്യയിൽ വരുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രധാനമന്ത്രി, സെക്കുലർ രാജ്യത്തിലെ ഒരു പ്രധാനമന്ത്രി അവിടെ പോയി പൂജ ചെയ്യുമ്പോൾ സമർപ്പണം എന്ന് പറഞ്ഞ് തലക്കെട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അപകടമല്ല അത്. പക്ഷേ അയാൾ ചെയ്തത് പോക്രത്തരമാണെന്ന് പറയുകയാണെങ്കിൽ അത് അപകടമായി മാറിയിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ശരിക്കും ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇപ്പോൾ പറഞ്ഞത് കശ്മീർ പോലുള്ള പല സ്ഥലങ്ങളിലെയും മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പക്ഷേ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഭരണകക്ഷിക്കും അനുകൂലമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങളുടെ സുവർണകാലമാണ്. അവരെ ഒരു ഗോഡി മീഡിയ എന്ന ഒരു വിശേഷണം കൊണ്ടാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്, പലരും വിശേഷിപ്പിക്കുന്നത്. അതായത് വാച്ച് ഡോഗ് ഫംഗ്ഷൻ നിർവഹിക്കേണ്ട മാധ്യമങ്ങൾ ലാപ്പ് ഡോഗായി മാറുന്നു എന്നുള്ളതാണ് ആ ഗോഡി മീഡിയ. അതിനകത്ത് മറ്റൊരു പേരിൻ്റെ പ്രതിധ്വനി തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അതായത് പലപ്പോഴും ശരിക്കും ഈ മീഡിയ, ദേശീയ മാധ്യമങ്ങൾ, പത്രങ്ങളിലൊക്കെ തന്നെ, ടെലിവിഷൻ്റെ കാര്യം പറയണ്ട, ദേശീയ ടെലിവിഷൻ ചാനലുകൾ അപ്പാടെ ഭരണകക്ഷിയുടെ വാഴ്ത്തുപാട്ടുകൾ മാത്രം നിറയുന്ന ഒരു സാഹചര്യമാണ് ദേശീയ മാധ്യമ രംഗത്ത് നിലനിൽക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് അഴിമതി, അതുപോലെ തന്നെ കർഷക പ്രതിഷേധം, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രതിഷേധം, ജനങ്ങളുടെ പ്രശ്നം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ ഈ മാധ്യമങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതില്ല. പകരം മറ്റു പല അജണ്ടകളാണ് അവർ നിരന്തരം ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഗോഡി മീഡിയ വരുന്ന സാഹചര്യത്തിൽ ശരിക്കും മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വാതന്ത്ര്യം നിർവഹിക്കാത്ത മാധ്യമങ്ങൾക്കാണ് ഭൂരിപക്ഷം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരു ആക്സസ് ടു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നിഷേധിക്കുന്ന തലത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നില്ലേ ശ്രീ പ്രമോദ്? ഇപ്പോൾ രാജഗോപാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ലേ ഓഫ് ദ ലാൻഡ് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ മാധ്യമ ഫ്രീ മീഡിയ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രോക്സി ഇൻഡിക്കേറ്ററായിട്ട് എടുക്കാം. ഇപ്പോൾ യുനെസ്കോയുടെ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത നമ്മുടെ ഈ വേൾഡ് ന്യൂസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ആഘോഷിക്കാറുണ്ട്. അതുപോലെ നമ്മൾ അധികം കേൾക്കാത്ത ഒരു ദിവസമാണ് November 2. അതെന്ന് പറയുന്നത് യുനെസ്കോയുടെ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഡേ ആണ്. ദ ഡേ ടു എൻഡ് ഇമ്പ്യൂണിറ്റി ഓഫ് ക്രൈം അഗെയിൻസ്റ്റ് ജേർണലിസ്റ്റ്. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൂടി വരുന്നത്. അതായത് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തും ചെയ്യാം എന്നുള്ള ഇമ്പ്യൂണിറ്റി. ഇപ്പോൾ ടി വിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെതിരെ കേസെടുക്കുന്നു,
ഒരു പ്രൊസഷൻ കവർ ചെയ്യാൻ പോകുന്ന ആളിനെതിരെ കേസെടുക്കുന്നു. പിന്നെ നിങ്ങൾ കോണ്ടാക്ട്, ഇപ്പോൾ ജേർണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജേർണലിസം പ്രാക്ടീസ് ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും അറിയാം, ജേർണലിസം നിങ്ങളുടെ സോഴ്സുകളിൽ കൂടെയും ധാരാളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഒക്കെ അങ്ങനെയാണ് ജേർണലിസം പ്രാക്ടീസ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ സോഴ്സുകളുമായിട്ടുള്ള ബന്ധം തന്നെ നിങ്ങൾക്ക് ഒരു ക്രൈമായിട്ട് ഇമ്പ്യൂട്ട് ചെയ്ത് നിങ്ങൾക്കെതിരായിട്ട് കേസ് വരാം. ഇതിനെയാണ് ഇമ്പ്യൂണിറ്റി ഓഫ് ക്രൈം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആരും ചോദിക്കാനില്ലാത്ത ഒരവസ്ഥ. ഇത് ചിലപ്പോൾ ഒരു അൾട്ടിമേറ്റ്ലി ഒരു കോടതിയിൽ പോയി ശിക്ഷിക്കപ്പെടത്തില്ലായിരിക്കാം, നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കേസ് വെറുതെ പോവായിരിക്കാം. പക്ഷേ ഈ ഇമ്പ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം കൂടി വരികയാണ്. ഏതാണ്ട് 87% ലോകത്ത് തന്നെ 87% മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് നടക്കുന്ന വയലേഷനും വയലൻസും നിയമപ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഈ കാറ്റഗറി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡെമോക്രസിൻ്റെ വാള് നമ്മുടെ തലയുടെ മുകളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ മാധ്യമപ്രവർത്തനം തീർച്ചയായിട്ടും അപകടം പിടിച്ച പണിയാണ്. ഞാൻ അതിൻ്റെ കാര്യത്തിൽ വളരെ ഒരു ചെറിയ തോതിൽ മാത്രം ഒപ്റ്റിമിസ്റ്റിക്കാണ്. കൺവെൻഷണൽ ലെഗസി മീഡിയകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം ഒരുപക്ഷെ ഇതിനെ ചെറുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്തോറും ഇത് കൂടി വരാനാണ് സാധ്യത. കാരണം ഇത് ഒരു ദേശീയ തലത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കുന്ന നാരേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ നാഷണൽ ലെവലിൽ മാത്രം നടക്കുന്നതാണ്. ഇതെല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. ചില സ്റ്റേറ്റുകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഇത് നടക്കുന്ന ചിലപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഒക്കെയാണ്. ഇപ്പോൾ 55 രാജ്യങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലല്ല ഇത് നടക്കുന്നത്. അതിന് പകരം അതിലും വളരെ കുറഞ്ഞ ഏഷ്യ പസഫിക് രാജ്യങ്ങളിലാണ് ബൾക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, അഫ്ഗാനിസ്ഥാൻ ഉള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സോൺ ഉള്ളത് കൊണ്ടായിരിക്കും. അല്ല, ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ചൈനയിലുണ്ട്, നിങ്ങൾ ഏത് രാജ്യം എടുത്താലും ഉണ്ട്. ഈ ഒരു കാരണം, അതായത് ജേർണലിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്യുക, അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അവരെ വിരട്ടുക. ഇപ്പോൾ വൺ ഓഫ് ദ ലീസ്റ്റ് പെയ്ഡ് ജോബ്സ് ആണ് ജേർണലിസം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എനിക്കറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഇന്ത്യയിൽ. അവിടെ നിങ്ങൾക്ക് ജേർണലിസം പഠിക്കണമെങ്കിൽ വലിയൊരു ഫാഷനബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതിൻ്റെ പേര് പറയുന്നില്ല. 7 ലക്ഷം രൂപയാണ് അവിടുത്തെ ഒരു കോഴ്സിൻ്റെ ഫീ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ക്ലാസ് 4 എംപ്ലോയിക്കാളും താഴെയുള്ള ജോലിയാണ്. ഈ ജോലിയും എടുത്തിട്ട് നിങ്ങളുടെ തലയിൽ കൊണ്ടുപോയി കേസും വെച്ച് തന്നു കഴിഞ്ഞാൽ, എഫ്ഐആറും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, ഈ എഫ്ഐആർ നിങ്ങൾ പോയി ക്വാഷ് ചെയ്യുകയോ നാളെ ഈ കേസ് അഥവാ കോടതിയിൽ പോയിട്ട് കോടതി നിങ്ങളെ വെറുതെ വിടുന്നവർ നിങ്ങളുടെ തലയുടെ മുകളിൽ ഈ സാധനമുണ്ട്. നിങ്ങളുടെ ജീവിതം പ്രശ്നത്തിലാവും. നാളെ ചിലപ്പോൾ പാസ്പോർട്ട് കിട്ടത്തില്ല, ചില ജോലിയൊക്കെ അപേക്ഷിക്കാനൊക്കത്തില്ല. കാരണം ഇതിനകത്ത് ചുമത്താൻ പോകുന്ന എന്ത് വേണോ ചുമത്താം. ഇത് ഒരു കേസ് എടുക്കാനായിട്ട് എന്ത് വേണോ ചുമത്താം. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല നടക്കുന്നത്. ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ 90കളിൽ ജേർണലിസം തുടങ്ങിയ ഒരാളാണ്. 91 ഞാൻ PTAയിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു പീരീഡ് ഉണ്ട്, 91, 96 ജയലളിതയുടെ പീരീഡ്. ഈ സമയത്തൊക്കെ കണ്ടതിനേക്കാളേറെ വൈഡ് സ്പ്രെഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇമ്പ്യൂണിറ്റി ഓഫ് ക്രൈം. പത്രക്കാർക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥ. അതിന് കളക്റ്റീവായിട്ട് ഒരു തീരുമാനം എടുക്കണം. അതിനകത്ത് ഡിസ്റ്റിങ്ഷൻ പാടില്ല. ഇവർ ചെയ്യുന്നത് ശരി, അവർ ചെയ്യുന്നത് തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കൂട്ടർ ചെയ്യുന്നത് പോലെ അല്ല ഇക്കൂട്ടർ ചെയ്യുന്നത്, ഇവർക്കൊരു ഗ്രേറ്റർ കോസ് ഉണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും. ഇനി പ്രമേഷ് ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം, ബ്രീഫായിട്ട് വരാം. ഈ ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനത്തെ, അത് മുമ്പ് ജേർണലിസ്റ്റുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഴ്സ് വഴിയാണല്ലോ ജേർണലിസ്റ്റുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ ആക്സസ് ടു ഇൻഫർമേഷൻ മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും തടഞ്ഞു കഴിഞ്ഞു. ആക്സസ് ടു ഇൻഫർമേഷൻ കിട്ടാൻ പ്രയാസമാണ്. ഇനി അഥവാ നിങ്ങൾ ആക്സസ് ടു ഇൻഫർമേഷൻ എവിടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരെ കൊടുക്കാനുള്ള പദ്ധതികളിലും ഇതേ ഇമ്പ്യൂണിറ്റി, അതായത് നിങ്ങൾക്ക് തന്ന സോഴ്സ്, നിങ്ങൾക്ക് സ്റ്റോറി തന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ തന്ന ആൾ ഇന്നാളായിരിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ ടാർഗറ്റ് ചെയ്യുക, അവരെ പലതരത്തിൽ കൊടുക്കുക. ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ആളുകൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെവലിൽ നമ്മൾ കണ്ട് പല ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജിവെച്ചു പോയി. മറ്റു സ്ഥലങ്ങളിൽ നിന്നും നമ്മളിത് കാണുന്നുണ്ട്. അതുകൊണ്ട് ജനറലി ഞാൻ വളരെ പെസിമിസ്റ്റിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളായതുകൊണ്ടാവാം ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇത് വീണ്ടും മോശമായി വരും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇതിപ്പോൾ നിങ്ങളിതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ ഇമ്പ്യൂണിറ്റി ഓഫ് ക്രൈം അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള
ഇത്തരത്തിലുള്ള ഒപ്രഷനും വയലൻസും ഏറ്റവും കുറവ് കാണുന്നത് ലിബറൽ ഡെമോക്രസി ഉള്ള വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലുമാണ്. നിങ്ങൾ മൊത്തം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും 3% ഈ രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് ജനാധിപത്യം ശക്തിപ്പെടുക. ഈ സ്ഥലങ്ങളിൽ തന്നെയാണ് ഏറ്റവും നല്ല ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസ് നമ്മൾ കാണുന്നത്. ജനാധിപത്യം, ഹ്യൂമൻ റൈറ്റ്സ്, ഈ രണ്ട് വാല്യൂസും ഉയർന്നു വന്നാൽ മാത്രമേ നമ്മുടെ ഈ സിറ്റുവേഷനും മാറാൻ സാധ്യതയുള്ളൂ. മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വേട്ടയാടപ്പെടുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശ്രീ പ്രമോദും ശ്രീ രാജഗോപാലും ഇവിടെ സൂചിപ്പിച്ചു. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ NDA സർക്കാരിൻ്റെ 2ാം വരവിലാണ് ഒരുപക്ഷെ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികാര നടപടികൾ വളരെ ശക്തമായി അവർ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും പൊതുമാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകളിൽ അവർ ഒരുപക്ഷെ ഭരണാനുകൂല വാർത്തകളൊക്കെ നിറയ്ക്കുമെങ്കിലും ചില ഒപ്പീനിയൻ പീസുകളിലും എഡിറ്റോറിയൽ ലേഖനങ്ങളിലൊക്കെ തന്നെ ചില എതിരഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനങ്ങളും അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇപ്പോൾ അതുപോലും സാധ്യമല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് എഡിറ്ററുടെ പടിയിറക്കം, ഔട്ട്ലുക്കിൽ നിന്ന് അവരുടെ എഡിറ്റർ പുറത്തിറങ്ങേണ്ടി വരുന്നു. ഒരുപക്ഷെ രാജഗോപാൽ പോലും, ഞാനത് പിന്നീട് അടുത്തൊരു ചർച്ചയിലേക്ക് വരാൻ തോന്നുന്നു, രാജഗോപാൽ പോലും ടെലിഗ്രാഫിൽ നിന്ന് അതിൻ്റെ പ്രധാന പത്രാധിപ സ്ഥാനത്ത് നിന്ന് ന്യൂസ് അറ്റ് ലാർജ് എന്ന് പറയുന്ന മറ്റൊരു ഓർണമെൻ്റൽ പോസ്റ്റിലേക്ക് മാറിയതൊക്കെ ഉൾപ്പെടെ എനിക്ക് തോന്നുന്ന ഈ ഭരണപക്ഷ സമ്മർദ്ദം വളരെ അതിന് മാധ്യമങ്ങൾ വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ന്യൂസ് ക്ലിക്ക്, ന്യൂസ് ലോണ്ട്രി, ദൈനിക് ഭാസ്കർ, ഭാരത സമാചാർ, നാഷണൽ ഹെറാൾഡ്, ദ വയർ, NDTV എന്നീ സ്ഥാപനങ്ങൾക്കെതിരായി നടന്ന പരിശോധനാ റെയ്ഡുകൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് BBC-യിൽ നടന്ന റെയ്ഡുകളും. ഇന്ത്യ മോദി ദ ക്വസ്റ്റ്യൻ എന്ന ആ ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പോലും, ട്വിറ്ററിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്നടക്കം അത് ബാൻ ചെയ്യുകയാണ്. ഈ സാഹചര്യമാണ് നമ്മൾ കേരളത്തിലായതുകൊണ്ടാവണം ഒരുപക്ഷെ ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അടിയന്തരാവസ്ഥ തന്നെയല്ലേ? തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം ഇന്ദിരാഗാന്ധി ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിറകെ, ഷി വാസ് വിച്ച് ഹണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ചെയ്യുകയാണെങ്കിൽ BG വർഗീസിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള അവരുടെ ടാർഗറ്റ് ഒരിക്കലും ഇൻഡിവിജ്വൽസ് ആയിരുന്നില്ല. അവരുടെ ഉദ്ദേശം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അത് അവരുടെ ക്രിറ്റിസിസം നിർത്താൻ വേണ്ടി അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇന്ദിരാഗാന്ധിക്ക് ഒരു സെൽഫ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതോറിറ്റേറിയനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിറകെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നത് ഒരു വെഞ്ചിയൻസ്, അതായത് ഇപ്പോൾ സായിനാഥ് പറയുമ്പോൾ ഒരു സോഷ്യോപാത്തിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലൊരു പകയും ഒരു വെഞ്ചിയൻസും പകപോക്കലും ഇൻഡിവിജ്വൽസിനെ തെരഞ്ഞു പിടിച്ച്, ഇപ്പോൾ കരൺ താപ്പറിനെ പോലെ അയാൾക്കൊരു സ്പേസ് ഇല്ല, രവീഷ് കുമാറിനൊരു സ്പേസ് ഇല്ല, ബർഖാദത്തിന് ഒരു സ്പേസ് ഇല്ല, രാജ്ദീപ് സർദാശിക്ക് ഒരു വളരെ അദ്ദേഹം ജോലി ചെയ്യുന്നതിനേക്കാൾ ജോലി ചെയ്യാതിരിക്കുകയാണ് നല്ലത്, ജോലി ചെയ്തിരിക്കുന്ന സ്ഥാപനം. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം ഇവരുടെ കോമൺ ഫാക്ടർ എന്നാൽ 2002 ഗുജറാത്തിൽ റൈറ്റർ വന്നപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും വിമർശനവുമായ, ഏറ്റവും നല്ല രീതിയിൽ റിപ്പോർട്ടിംഗ് ചെയ്തവരാണ് ഇവരിൽ പലരും. അപ്പോൾ ഇത്രയും 20 വർഷത്തിന് ശേഷവും ഇദ്ദേഹം ഇത് മറക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും പെറ്റിനെസ് ഉള്ള ഒരു രാഷ്ട്ര നേതാവിനെ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം മറക്കുന്നില്ല കാര്യങ്ങൾ, അതായത് വ്യക്തികളെക്കുറിച്ചുള്ള കാര്യം. അപ്പോൾ ഇതൊരു സോഷ്യോപാത്തിക് വെഞ്ചിയൻസ്. ദിസ് ഇസ് വെരി 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 ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഹാപ്പൻ ഇൻ എമർജൻസി. അപ്പോൾ ഞാൻ പ്രമോദമായിട്ട് ചെറിയൊരു വിയോജിപ്പിൻ്റേത് മറ്റ് സ്റ്റേറ്റുകൾ ചെയ്യുന്ന ഭരണകൂടങ്ങൾ എപ്പോഴും അവരുടെ ഏറ്റവും ഒരു ഓപ്പറേഷൻ, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ ദേ വിൽ ഓപ്പറസ്. അത് ഭരണകൂടത്തിൻ്റെ ഒരു സെക്കൻഡ് നേച്ചറാണ്. പക്ഷേ നരേന്ദ്രമോദി ചെയ്തത്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശരിയല്ല, ശരിക്കും RSS ടെംപ്ലേറ്റ്. നരേന്ദ്രമോദി ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ്. അവരൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ടെംപ്ലേറ്റ് ഇപ്പോൾ ബോയിലർ പ്ലേറ്റ് പോലെ ഏത് സ്റ്റേറ്റിൽ ആര് വന്നാലും, ഇപ്പോൾ നാളെ രാത്രി കോൺഗ്രസ് എന്തെങ്കിലും മിറക്കിൽ കൂടെ കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു തേർഡ് ഫ്രണ്ട് ഭരണത്തിൽ വരികയാണെങ്കിലോ ദേ വിൽ ഓൾസോ ഡു എക്സാക്ട്ലി ദ സെയിം തിങ്. കാര്യം അതിന് ടെംപ്ലേറ്റ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. നമ്മുടെ കോടതികൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ജനുവരി 15 കേരളത്തിലുണ്ട്. ഇപ്പോൾ കളമശ്ശേരിയിൽ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞ ശേഷം ആദ്യം അവർ പോലീസ് ചെന്ന് ഡീറ്റെയിൻ ചെയ്തത് പാനായിക്കുളത്ത് ഉള്ള സസ്പെക്ട്സ്, അവരെയാണ് 3 ചെറുപ്പക്കാരെ ചെയ്തത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത മക്തൂബ് എന്ന് പറഞ്ഞാൽ ഡൽഹി ബേസ്ഡ്, പക്ഷേ കോഴിക്കോട്ടാണ് എൻ്റെ എഡിറ്റർ താമസം. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്ത് അത് പറഞ്ഞാൽ ആ മക്തൂബ് ചെയ്തത് വെറും പ്ലെയിൻ റിപ്പോർട്ടിങ്. അതായത് അവർ പറഞ്ഞു ഈ 3 പേരെ ഡീറ്റെയിൻ ചെയ്തവരോട് സംസാരിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ അവരെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട്. കാര്യം ബേസിക് വെരി ബ്രെഡ് ആൻഡ് ബട്ടർ ജേർണലിസം.
അതായത് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, അയാളോട് സംസാരിക്കുന്നു, പോലീസിൻ്റെ വേർഷൻ എടുക്കുന്നു, ഈ 2 വേർഷനും പബ്ലിഷ് ചെയ്യുന്നു, എന്നിട്ട് ഹെഡ്ലൈനിൽ ആട്രിബ്യൂട്ടഡ് ഹെഡ്ലൈൻസ്, അല്ലാതെ ഞാനൊക്കെ ചെയ്യുന്ന പോലത്തെ റെക്ലെസ് ജേർണലിസം അല്ല. അവർ വളരെ ആട്രിബ്യൂട്ട്, അതായത് പോലീസ് ആർ ബയസ്ഡ് അഗൈൻസ്റ്റ് അസ് എന്ന് അക്യൂസ്ഡ് പറയുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ ആ റിപ്പോർട്ട് മുഴുവൻ പലതവണ വായിച്ച് ആസ് എൻ എഡിറ്റർ ഐ കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് റിപ്പോർട്ട്. പക്ഷേ അവർക്കെതിരെ പോലീസ് സ്റ്റേഷൻ വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് കേരളത്തിൽ നടക്കുന്നു. ഞാൻ പറഞ്ഞൊരു ടെംപ്ലേറ്റ് ഈസ് ഓൾറെഡി റെഡി. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ബീഹാറിൽ ഈ ജനുവരിയിൽ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ, ഈസ് വെരി ഗുഡ്, വെരി ആക്റ്റീവ് യൂട്യൂബർ, ബ്രിജേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ബീഹാറിലൊരു റെയിൽവേ പരീക്ഷ നടക്കുന്നു, 5000 വേക്കൻസിയാണ്. ഇന്ത്യയിൽ നരേന്ദ്രമോദി പറയുന്നത് ഏറ്റവും സുന്ദര തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വളരെ കുറഞ്ഞു എന്നാണെങ്കിൽ, ഇന്ത്യയിൽ എവിടെ സംഭവിക്കും മുതൽ 5000 വേക്കൻസിക്ക് വേണ്ടി ആയിരക്കണക്കിന് ചെറുപ്പക്കാർ റെയിൽവേ വരുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കുന്നു, പോലീസ് ലാത്തി വീശുന്നു. ലാത്തി വീശിയതാണോ ലാത്തി ചാർജാണോ ഇതൊക്കെ തമ്മിൽ വ്യത്യാസം, അടികൊള്ളുന്നവർക്ക് അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല, രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇദ്ദേഹം ഒരു റിപ്പോർട്ട് ഇടുന്നു. വിതിൻ 24 hours യൂട്യൂബ് അദ്ദേഹത്തിന് നോട്ടിഫൈ ചെയ്യാണ്, ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ഏജൻസി ഞങ്ങൾക്കൊരു, അവരാരാണെന്ന് പറയുന്നില്ല, സ്റ്റേറ്റ് ഏജൻസി എന്നേ പറയുന്നുള്ളൂ, ഒരു ഇത് തന്നിട്ടുണ്ട്. അതായത് ഇത് നാഷണൽ സെക്യൂരിറ്റിയും പബ്ലിക് ഓർഡറിനെ അഫക്റ്റ് ചെയ്തു. അതായത് റെയിൽവേ എക്സാമിൽ കുറേ ചെറുപ്പക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്ന, അത് അക്സെപ്റ്റ് ചെയ്യാൻ യൂട്യൂബിനെ പോലെ ഒരു കമ്പനിയും ആൻഡ് ദേ ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇത്ര റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള ഒരു ഹോപ്പ് എന്നുള്ളത്, ഈ ബ്രിജേഷ് എന്ന് പറയുന്ന ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഐ എം 110% കേരളത്തിൽ ഒരാൾ പോലും കേട്ടിട്ടില്ലാത്ത ഒരു യൂട്യൂബ് അയാൾ ചെയ്യുന്നത് ഈ ഭരണകൂടത്തെ എവിടെ തട്ടുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരത് വൈ ആർ ദേ ടേക്കിംഗ് സച്ച് എ റിഡിക്കുലസ് സ്റ്റെപ്പ്. ഇപ്പോൾ ഈ നരേന്ദ്രമോദി അദ്ദേഹം 400 സീറ്റ് വിജയിക്കുന്നു എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് ഓരോ ദിവസവും ആരെങ്കിലും ഭരതരത്ന കൊടുക്കണം, ഓരോ ദിവസം അദ്ദേഹത്തിന് ഓരോ ക്ഷേത്രങ്ങളിൽ നടക്കണം. അപ്പോൾ 400 സീറ്റ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ദർ ഈസ് അപ്പോൾ ഇത് നമ്മുടെ അൺഫോർച്ചുനേറ്റ് പാർട്ടീസ് ഓപ്പോസിഷൻ സീംസ് ടു ഗിവൺ അപ്പ്. അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇവർക്ക് ദർ ഈസ് എ പ്രോബ്ലം സംവെയർ കൺട്രിയിൽ, രാഷ്ട്രത്തിൽ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം BJP ഈസ് വെരി അവെയർ ഓഫ് ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി മീഡിയ അവരുടെ കൂടെ പാടുന്നു, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂടെ പാടുന്നു. ആകെ ഹോപ്പ് എന്നുള്ള സിവിൽ സൊസൈറ്റി കർണാടകത്തിൽ കോൺഗ്രസ് വിജയിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം സിവിൽ സൊസൈറ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. ബംഗാളിൽ മമതാ ബാനർജി ഒരിക്കലും ഒരു ക്രെഡിറ്റ് കൊടുക്കില്ല, പക്ഷേ ദർ വാസ് എ വെരി സ്ട്രോങ് സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ് ടു കീപ് ദ BJP ഔട്ട്. അപ്പോൾ ആകെ പ്രതീക്ഷ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ഓൾസോ അൺജസ്റ്റ് ഇൻ ഈ ടോപ്പിക്ക് തന്നെ, ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ ടോപ്പിക് ഇൻ എ സെൻസ്. മാധ്യമപ്രവർത്തകന് അപകടം നല്ല ചോദിക്കേണ്ടത്, ഒരു ഇന്ത്യൻ പൗരൻ അപകടം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ പൗരൻ നേരിടുന്ന അപകടങ്ങൾ മാത്രമേ നമ്മൾ നേരിടുന്നുള്ളൂ. ഞാൻ ഇന്നലെയും പറയുമായിരുന്നു, അതായത് ഒരു മാധ്യമപ്രവർത്തകനോട് എനിക്ക് ജയിലിൽ പോകാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിൽ പോകാം. ഞാൻ പറഞ്ഞു, ഞാനോ നിങ്ങളോ പോകുന്നൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും എത്രയോ പേരെ ജയിലിലോട്ട് വലിച്ചഴിക്കുന്നു. അപ്പോൾ അതിൽ വി കനോട്ട് സേ ദാറ്റ് വി ആർ അബൌവ് ദം. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിനോ റൈറ്റ്സിൻ്റെയോ അപകടം ഇല്ലായ്മയുടെ ആവശ്യമില്ല. നമ്മൾ ഒരു പൗരന് സ്വാതന്ത്ര്യം, ഒരു പൗരന് പറയാനുള്ള ഇതുകൊണ്ട് അത് മാത്രം മതി. മാധ്യമപ്രവർത്തനം സേഫും. മാധ്യമപ്രവർത്തനം സേഫ് അല്ലെങ്കിൽ അതിനർത്ഥം ഡെമോക്രസി, നമ്മുടെ പൗരന്മാർ സേഫ് അല്ല, അവരുടെ ഫ്രീഡംസാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകം ഒന്നും എൻഷുർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനതാണ് ആമുഖമായി സൂചിപ്പിച്ചത്. മാധ്യമപ്രവർത്തനത്തിൻ്റെ മാത്രം വിഷയമല്ല ഇത്, ജനാധിപത്യത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മുഖ്യധാര മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല മാധ്യമപ്രവർത്തനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യൂട്യൂബറും ചെയ്യുന്നത് ഒരു മാധ്യമപ്രവർത്തനം തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്നവരും മാധ്യമപ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം വിഷയമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ഇവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് പക്ഷേ മാധ്യമങ്ങൾ മുട്ടിലിഴയാൻ പറഞ്ഞപ്പോൾ, കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞു എന്നൊക്കെ ശ്രീ LK അദ്വാനി അന്ന് മാധ്യമങ്ങളെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണകക്ഷിയാണ് ഭരിക്കുന്നത് എന്നുള്ളതൊരു വൈരുദ്ധ്യമാവാം. പക്ഷേ അന്ന് സർഗാത്മകമായി അതിനെതിരെ പ്രതികരിച്ച മീഡിയ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിൻറ്റിംഗ് സ്പേസ് ഒഴിച്ചിട്ട്, അതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗമുള്ള ഇപ്പോൾ രാജഗോപാലിൻ്റെ ടെലിഗ്രാഫിൻ്റെ പത്രത്തിലെ ചില ഹെഡ്ലൈൻസ് നിങ്ങൾക്കറിയാം. അതുപോലുള്ള അഗ്രസീവായ ഹെഡ്ലൈൻസ് നൽകി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ, കാർട്ടൂണുകളിലൂടെയൊക്കെ അടിയന്തരാവസ്ഥക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനു പോലും സ്കോപ്പില്ലാത്ത അവസ്ഥ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഹെയ്റ്റ് ട്രാക്ക് എന്ന് പറയുന്ന ഒരു കോളം, അതിൻ്റെ എഡിറ്റർ റൂബൻ ബാനർജി അല്ല, ബോബി ഘോഷ് എന്ന് പറയുന്ന എഡിറ്റർ ആരംഭിച്ചു. അത് ഇന്ത്യയിലെ ഈ ഹെയ്റ്റ് ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കോളമാണ്. അത് അദ്ദേഹം അതിനെ തുടർന്ന് 16 മാസത്തെ സേവനം മതിയാക്കി അദ്ദേഹത്തിന് ആ എഡിറ്റർഷിപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരു എഡിറ്ററുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ റൂബൻ ബാനർജി ഔട്ട്ലുക്കിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹം കോവിഡ് കാലത്ത്
ഇന്ത്യൻ സർക്കാരിനെ കാണാനില്ല എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ഒരു കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചു ഔട്ട്ലുക്കിൻ്റെ. അതിനെ തുടർന്ന് അദ്ദേഹം നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മാറുകയും ചെയ്തു. ഗംഗാനദിയിൽ കോവിഡ് കാലത്ത് മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ച ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ കഷ്ടകാലം തുടങ്ങിയത് അത് മുതലാണ്. അതിനെ തുടർന്ന് അവരുടെ പത്രത്തിന് കേസും കനത്ത പിഴയും റെയ്ഡുമാണ് ലഭിച്ചത്. ഇങ്ങനെ നിശബ്ദരാക്കപ്പെടുകയാണ്. ജോലി നഷ്ടമാകുന്ന മാധ്യമപ്രവർത്തകർ ധാരാളം. ഇപ്പോൾ NDTVയിലെ ഈ മാനേജ്മെൻറ്റ് മാറ്റത്തെ തുടർന്ന് രാജിവെച്ച് പോകുന്നവരുടെ എണ്ണം നിങ്ങൾക്കറിയാം. വളരെ പ്രശസ്തരായ പത്രപ്രവർത്തകർ ബർക്കാദത്ത്, രവീഷ് കുമാർ, ശ്രീനിവാസൻ ജെയിൻ, നിധി റസ്താൻ, ഇപ്പോൾ ഏറ്റവും അവസാനം സാറ ജേക്കബ് തുടങ്ങിയ മാധ്യമപ്രവർത്തകരും ആങ്കേഴ്സും എല്ലാം ജോലി രാജിവെച്ച് അവരുടേതായ പ്ലാറ്റ്ഫോമുകളിലുമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സാഹചര്യം ശരിക്കും ഇത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ജോലി നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ വരികയല്ലേ? തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥയായിട്ടുള്ള കമ്പാരിസൺ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈ അടിയന്തരാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ ഒരു ചെറിയ കാലം, 3 വർഷത്തിന് താഴെ മാത്രമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാമചന്ദ്ര ഗുഹ പറഞ്ഞ ഒരു സമ്മറിയാണ്. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാ എക്സസ്സുകളും ഉണ്ടായെങ്കിലും അവർക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചു വരണം എന്നും ഈ സൊസൈറ്റിയുടെ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അത് പിന്നീട് വിഡ്രോ ചെയ്യുകയും ഇലക്ഷന് പോവുകയൊക്കെ ചെയ്തത്. അവർക്ക് എപ്പോഴും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആക്കുക, നിങ്ങൾ ഒപ്രസ് ചെയ്യുക, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളിടത്ത് യാതൊരു പ്രശ്നമില്ല. അവർക്ക് മുമ്പ് പ്രമേഷ് പറഞ്ഞതുപോലെ ഒരു ലാപ്ഡോഗ് മീഡിയ ക്രിയേറ്റ് ചെയ്യുക. ഈ ലാപ്ഡോഗ് മീഡിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കുമുള്ള പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ ഈ ഫീൽഡിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജഗോപാലിനെ എനിക്ക് ചെറുപ്പം പോലെ അറിയാം. രാജഗോപാൽ ഒരു എൻറ്റയർ ലൈഫ് ജേർണലിസ്റ്റിന് വേണ്ടി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അതായത് ഫുൾ ലൈഫ്. ഇപ്പോൾ മേ ബി ഒരു 8-9 മണിക്കൂർ ഒഴികെ. ആ രാജഗോപാലിന് പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ അതും ഈ ടെലിഗ്രാഫ് എന്നുള്ള പേപ്പർ നമ്മൾ എല്ലാ കാലവും കണ്ടിട്ടുള്ളത് പ്രോഗ്രസീവായിട്ടുള്ള പേപ്പറാണ്. ഇത്തരം കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ്. അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു. മീഡിയ എന്ന് പറയുന്നത് ഒരു നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള അതുപോലെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷനായിട്ടിരുന്ന ഒരു സാധ്യത കുറഞ്ഞു വരികയാണ്. പക്ഷെ അതേസമയം ഇതിനകത്തുള്ള വേറൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ മെയിൻ സ്ട്രീം മീഡിയ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു അഡ്ജങ്ക്റ്റ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കള്ളം പ്രചരിപ്പിച്ച് നമുക്ക് വിജയിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ സർക്കാരുകൾ വന്നതിന് പുതിയ സർക്കാർ ഇപ്പോൾ രണ്ട് ടേം കഴിഞ്ഞു. വന്നതിന് ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത ഓൺലൈൻ മാധ്യമങ്ങൾ വലിയ പ്രചാരം ഉള്ള മാധ്യമങ്ങളായി മാറിയിരിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് ശരിക്കും കള്ളങ്ങളും ഹാഫ് ട്രൂത്തുകളുമാണ്. നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം, സത്യാനന്തര കാലം എന്ന് പറയുന്നത് ശരിക്കും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു അപകടം ഈ മെയിൻ സ്ട്രീം മാധ്യമം സൈലൻ്റായി ആകുന്ന അതേ സമയം തന്നെ ഈ പോസ്റ്റ് ട്രൂത്ത് മാധ്യമം, കള്ളം പ്രചരിപ്പിക്കുന്ന മാധ്യമം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നാഷണൽ ലെവലിൽ സംഭവിക്കുന്ന അതേ തരത്തിലുള്ള ഈ കുപ്രചരണ മാധ്യമങ്ങൾ ഈ റീജിയണൽ അടിസ്ഥാനത്തിലും അതും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. തമിഴ്നാട് ഉദാഹരണത്തിന് നേരത്തെ അടിയന്തരാവസ്ഥയുടെ കാലം പറഞ്ഞപ്പോൾ ക്രിയേറ്റീവായിട്ട് ഈ പത്രപ്രവർത്തനം ഉപയോഗിച്ചാണ് കരുണാനിധി. അദ്ദേഹം ആ കാലത്ത് ഇതുപോലെ ഡയറക്റ്റായിട്ട് എഴുതാത്ത ഫിഗറേറ്റീവായിട്ട് അദ്ദേഹത്തിന് ഈ DMK പ്രവർത്തകർക്ക് കടിതം എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കടിതം എന്ന് പറഞ്ഞാൽ ലെറ്റർ ഈ മുരസലി പേപ്പറിൽ എഴുതുമ്പോൾ അതിനകത്ത് മുഴുവൻ ഈ സർക്കാരിൻ്റെ സെൻസർഷിപ്പിനെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കയ്യിലുള്ള അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിൽ പോലും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരും 2 ലെവലിലും അനുഭവിക്കുന്നെങ്കിലും നമ്മുടെ ഇവിടുത്തെ ലെഗസി മാധ്യമങ്ങൾ ഇപ്പോഴും വളരെ റോബസ്റ്റായിട്ട് ഇതിനെതിരായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇവിടെ ശരിക്കും രാജഗോപാലിൻ്റെ എഡിറ്റർഷിപ്പ് പത്രത്തെക്കുറിച്ചൊരു സൂചന വന്നതുകൊണ്ട് ചോദിക്കുകയാണ്.
നമുക്കറിയാം രാജഗോപാലിൻ്റെ ടെലിഗ്രാഫ് എന്ന ദിനപത്രത്തിൻ്റെ പത്രം പലരും കാണുന്നില്ലെങ്കിലും അതിൻ്റെ പ്രധാന തലക്കെട്ടുകളൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേരളത്തിൽ പ്രചരിക്കാറുണ്ട്. രാജഗോപാൽ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറിയത് പോലും കൽക്കത്തയിൽ എനിക്ക് തോന്നുന്നില്ല അത് വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അത് വലിയ ചർച്ചയായത്. അദ്ദേഹത്തെ എഡിറ്റർ അറ്റ് ലാർജ് ആക്കി മാറ്റിയത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയതാണോ അതോ പ്രൊമോഷനാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നു. ഒരുപക്ഷെ അതിന് ആദ്യ പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം അടുത്ത കാലത്ത് ഒരു സെമിനാറിൽ പ്രസംഗിക്കവേ കളിക്കളം ന്യൂസ് റൂം, ഒരു എഡിറ്റർക്ക് വേണ്ടത് ന്യൂസ് റൂമാണ്, കളിക്കളം നഷ്ടമാകുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ശരിക്കും ഈ ഏറ്റവും അവസാനം മണിപ്പൂരിൻ്റെ 82 ദിവസത്തിനു ശേഷം മണിപ്പൂർ വിഷയത്തിൽ നമ്മുടെ ആദരണീയമായ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ അദ്ദേഹം ദീർഘനേരം എടുത്ത് പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം മണിപ്പൂരിനെ കുറിച്ച് മാത്രം പരാമർശിച്ച ദിവസം പിറ്റേ ദിവസം ഇറങ്ങിയ ടെലിഗ്രാഫ് പത്രം ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്ന തലക്കെട്ടുമായിട്ടാണ്. അതിൻ്റെ ചിത്രങ്ങളും നിങ്ങൾക്കറിയാം. അതിനുശേഷം രാജഗോപാലിൻ്റെ ന്യൂസ് റൂമിൽ എഡിറ്ററായി ഇരിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ഇപ്പോഴും ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം, അതിൻ്റെ എഡിറ്ററാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പരിമിതികൾക്കുള്ളിൽ നിന്നും അത്തരം നിലപാടുകൾ എന്തെങ്കിലും വ്യക്തിപരമായി ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. ഞാനെപ്പോഴും അത് അനന്തപുസ്തക പത്രിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ 100 വർഷത്തിൽ കൂടുതൽ മാതൃഭൂമിയും അനന്തപുസ്തക പത്രികയും ഒരു ദിവസമാണ് ലോഞ്ച് ചെയ്തത് 1922 ഒരേ ദിവസം. അപ്പോൾ ഞാനിപ്പോഴും അവിടുത്തെ ജീവനക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ പറയാൻ ബുദ്ധിമുട്ട്. പക്ഷേ എനിക്ക് അറിയാവുന്ന സത്യം പറയും, ഇത് ഭരണകൂടത്തിൻ്റെ പ്രഷറാണെന്ന് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് മാനേജ്മെൻറ്റ് പറഞ്ഞത് നിങ്ങളുടെ ഇങ്ങനത്തെ ഈ അലറുന്ന തലക്കെട്ടുകളും മറ്റു കാര്യങ്ങളും ഞങ്ങളുടെ ബംഗാളിയിൽ ഭദ്രലോകം എന്ന് നമ്മുടെ സ്വാത്തികർ എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, ഭദ്രലോകം, അതായത് കവിതയും അങ്ങനെ സാഹിത്യവും മറ്റു കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന വളരെ മൃദു മനോഭാവത്തോടെയുള്ള ഒരു സ്വാത്തികൻ എന്നുള്ള പറയും. അപ്പോൾ അങ്ങനെയുള്ള റീഡേഴ്സിന് നിങ്ങളുടെ ഈ ശൈലി ഇഷ്ടമല്ല, അവർ വളരെ ക്ഷുഭിതരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്ഥാനക്കയറ്റം. അപ്പോൾ നിങ്ങൾ ഇനി ന്യൂസിൽ ഇടപെടേണ്ട, ഞാനിപ്പോൾ മാസത്തിൽ ഒരു കോളം മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ എനിക്കിപ്പം ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദമുണ്ടോ എന്നതിനെക്കുറിച്ച് തെളിവില്ല. അപ്പോൾ അവരിപ്പോൾ ഇൻഡയറക്ട്ലി ബ്ലെയിം ചെയ്തിരിക്കുന്ന റീഡേഴ്സിന് അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് വഴി ഉപയോഗിച്ചു. അത് നമ്മുടെ വായനക്കാർക്ക് നിങ്ങളുടെ ജേർണലിസ്റ്റിൽ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതി. അതൊരു വളരെ മനോഹരമായ ഒരു ഡെലിവറിയാണ്. നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യേണ്ടത് ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ പിരിച്ചുവിടുന്നതാണ്. അതിന് വരെ എന്നെ പ്രൊമോട്ട് ചെയ്ത് എന്നെ പല നാഷണൽ ലെവലിലുള്ള പല ജേർണലിസ്റ്റുകളും കരൺ ഥാപ്പർ ഉൾപ്പെടെ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു പ്രൊമോഷൻ. കാര്യം അവർ ശരിക്കും വിചാരിച്ചത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്നുള്ള ഇതിലാണ്. അപ്പോൾ പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞ പല പേരുകൾ, ഹിന്ദുസ്ഥാൻ ടൈംസ് ആരാണ് ഓൺ ചെയ്യുന്നത്? ബിർള എന്ന് പറഞ്ഞാൽ എന്താണ്? ബിർളയുടെ വീട്ടിൽ വെച്ചാണ് മഹാത്മാഗാന്ധിയെ വധിക്കുന്നത്, ബിർള ഹൗസിൽ. കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഉടമസ്ഥയായ ശോഭന ഭാരതിയ രാജ്യസഭയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പത്രം പോലും ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ രണ്ടാമത് NDTVയെ കുറിച്ച് അത് വളരെ നല്ല ചാനലുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം, NDTV ഉണ്ടായിരുന്ന സമയത്ത് അവരെപ്പോഴും ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് കൂടെയായിരുന്നു. എന്ന് മാത്രമല്ല, ആരാണ് NDTV ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞ ചാനൽ സ്പോൺസർ ചെയ്തത്? വിജയ് മല്യ. അപ്പോൾ ഇവരാരും വിശുദ്ധരാണെന്ന് പറയാനുള്ള ഇതില്ല. അപ്പോൾ NDTV നമ്മൾ പലപ്പോഴും NDTV ഒരു മാർട്ടിറായിട്ട് കാണുന്നുണ്ടെങ്കിലും അവർ കടമെടുത്തത് ആ ടേംസ് വളരെ അത് നരേന്ദ്രമോദിക്ക് വരുന്നതിന് മുമ്പാണ് അവർ കടമെടുത്തത്. അംബാനിയിൽ നിന്ന് നമുക്ക് സംശയിക്കപ്പെടുന്ന ഒരു കമ്പനിയിൽ നിന്നും വളരെ വളരെ വികൃതമായിട്ട് ആ ടേംസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഈ ബ്ലേഡ് കമ്പനി എന്നൊക്കെ പറയും, അതിനെക്കാട്ട് ഭീകരമായ ടേംസിൽ, അതായത് നിങ്ങൾ ഇന്ന സമയത്ത് തിരിച്ച് പൈസ അടച്ചില്ലെങ്കിൽ വി വിൽ ടേക്ക് ദ ഇക്വിറ്റി ഫ്രം യു, വിൽ ടേക്ക് കൺട്രോൾ എന്ന് അവരെഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം പിന്നെ അതിനെക്കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അത് അദാനിയുടെ കാശുള്ളതുകൊണ്ട് അദ്ദേഹം അത് മറ്റവരുടെ വാങ്ങിച്ചു. അപ്പോൾ ഇതിന് നമുക്ക് നരേന്ദ്രമോദി അല്ലേ കുറ്റം പറയേണ്ടത്. ഞാൻ ഈ മാധ്യമ സ്ഥാപനങ്ങളെ തന്നെയാണ് കുറ്റം പറയുന്നത്. ഞാൻ ഇന്നലെ ഇവിടെ ചോദിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ടെലിഗ്രാഫ്, അല്ലെങ്കിൽ മാതൃഭൂമി, അല്ലെങ്കിൽ മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇവർക്ക് എന്താണ് നരേന്ദ്രമോദി എത്ര ഭയം? എന്താണ് ഇവരുടെ വീട്ടിലൊക്കെ ഇത്രയും അതിനകത്തൊക്കെ ഡെഡ് ബോഡീസ് ഉണ്ട് ഇവരുടെ കബോർഡ്സിൽ. പിന്നെ ED വരുന്നു വന്നാൽ അതുപോലെ തിരിച്ചു. BBC എന്ത് സംഭവിച്ചു? ED വന്നു ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈനിക് ജാഗരൺ എന്ത് സംഭവിച്ചു? ഒന്നും. ED വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കുറച്ച് കാപ്പ് കുടിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ ആളുകൾ വരുന്നു.
അതിന് കുഴപ്പമില്ല, അവർ വന്നിട്ട് പോകട്ടെ എന്ന്. ഇത് പറയാനോ ഇത് ചെയ്യാനോ നമ്മൾ തന്നെ സ്വയം പേടിക്കുകയാണ്. ഇടി വന്നിട്ട് പോകും. ഇപ്പം നമ്മളെ പോലീസ് സ്റ്റേഷൻ വിളിക്കുമ്പോൾ എന്ത് മാക്സിമം എന്ത് പറ്റും, നമുക്ക് 2 തല്ലോ അല്ലെങ്കിൽ 2 ചീത്ത വിളിയോ, ഇതൊക്കെ ന്യായമായ രീതിയിൽ ഒരു നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാർ ഓരോ ദിവസവും ഒരു ബസ് കയറുമ്പോൾ എത്രയോ പേര് മറിഞ്ഞു വീഴുന്നു. ഒരു ടാക്സിക്കാരിൽ നിന്ന് എനിക്ക് കൽക്കട്ടയിൽ എത്രയോ ടാക്സിക്കാരനെ ചീത്ത വിളിച്ചു. എൻ്റെ 10 തലമുറ മുമ്പും 10 തലമുറയ്ക്ക് ശേഷവും ഓരോ ദിവസവും ഞാൻ ചീത്ത വിളിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിലാണ്, എനിക്ക് മാധ്യമം ചെയ്യാൻ, എനിക്ക് ജേർണലിസം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കരയാനേ നേരമുണ്ടാവുള്ളൂ. അതിനാൽ ഈ ഉള്ള സ്പേസ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നൊരു വലിയ പരാതി. അപ്പം എനിക്ക് പലപ്പോഴും തോന്നുന്ന ഈ ഭരണകൂടത്തിനെ ഭയക്കുന്നു, അവർ ഭയപ്പെടുത്തുന്നു, അത് ചെയ്യുന്നു, ഇതൊക്കെ എക്സാഗ്രേറ്റഡ് ക്ലെയിംസ് ആണ്. ഞാൻ വീണ്ടും ED അത് മാത്രമല്ല, ED-യെക്കുറിച്ച് നമ്മളിങ്ങനെ എന്തോ ഒരു നമ്മുടെ വീട്ടിലൊന്നും നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് പോലും മീഡിയയാണ്. അതായത് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ഈ കറപ്ഷൻ വന്ന് യാതൊരു തെളിവുമില്ലാതെ മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും കറപ്റ്റ് ഗവൺമെൻറ്റാണ് എന്നത് വെള്ളം തൊടാതെ വിഴുങ്ങിയ പത്രങ്ങൾ അവർ തമ്മിലൊരു ഹൈ മോറൽ സ്റ്റാൻഡ് എടുത്ത് ദേ ഫെൽ ഇൻടു എ ട്രാപ്പ്. അതിനുശേഷം ഇങ്ങനെയുള്ള ED വന്നാൽ തന്നെ നമ്മളങ്ങ് അക്സ്യൂം ചെയ്യണം, അവൻ കുറ്റവാളിയാണ്, അവനെന്തോ ഒരു പെരയാണ്, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതാണ്. അങ്ങനെയല്ല, ED വന്നാൽ ഇപ്പോൾ ഇന്നത്തെ ഒരു സ്ഥലത്ത് എൻ്റെ വീട്ടിൽ ED വരികയാണെങ്കിൽ ഐ ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ്. എന്നെ പോലീസ് സ്റ്റേഷൻ വിളിക്കുകയാണെങ്കിൽ ഐ ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ഇറ്റ് ആസ് എ ജേർണലിസ്റ്റ്. ഇത് മാത്രമല്ല, എന്തെങ്കിലും ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ സമയത്ത് നിന്നെ പോലീസ് വിളിച്ചിട്ടില്ല എന്നാൽ അതിൻ്റെ അർത്ഥം നീ ഭരണകൂടത്തിനെ സഹായിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആർജവും ഇല്ലാതെ ഇപ്പോൾ ജേർണലിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ അനാവശ്യമായി ഭയക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇവിടെ രാജഗോപാൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യ സംബന്ധമായ ഒരു ചർച്ചയിൽ അത് പറഞ്ഞു. നമ്മൾ ഇത്തരം അന്വേഷണ ഏജൻസികളെ ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മുന്നിലുള്ള ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരായും മാധ്യമ പ്രവർത്തകർക്കെതിരായുള്ള കേസുകളെക്കുറിച്ച് അതിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമം അല്ലെങ്കിൽ UAPA പോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ചാണ് കേസുകൾ എടുക്കുന്നത്. ഇപ്പോൾ ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ചെക്ക് ഗ്രൂപ്പുണ്ട്. അവർ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന അതിൻ്റെ ഫൗണ്ടർ എഡിറ്റർ. നമുക്ക് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ നിർവഹിക്കാത്ത മാധ്യമങ്ങളുടെ ധർമ്മം നിർവഹിക്കുന്നത് ഇത്തരം മാധ്യമങ്ങളാണ്, ആൾട്ട് ന്യൂസ് പോലുള്ള സ്ഥാപനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനെതിരെ കേസെടുത്തു, മുഹമ്മദ് സുബൈറിനെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്റർ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിനെതിരെ UAPA ആണ് ചുമത്തിയിരിക്കുന്നത്. ചൈനീസ് സർക്കാരിൻ്റെ സഹായം സ്വീകരിച്ചു എന്നൊക്കെ ഒരു കേസ് ചാർജ് ചെയ്യുകയാണ്. അങ്ങനെയെല്ലാം തെളിയിക്കേണ്ട ബാധ്യത ആ മാധ്യമത്തിനും മാധ്യമപ്രവർത്തകരുമാണ്. അവിടുത്തെ 46 ജേർണലിസ്റ്റുകളുടെ ലാപ്ടോപ്പും ഫോണും ടെലിഫോണും എല്ലാം മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്തു. നിങ്ങൾക്കറിയാം, അറസ്റ്റ് ചെയ്ത് 2 പേരെ മാത്രമാണ്. പക്ഷേ 46 പേരുടെ ലാപ്ടോപ്പും ഫോണും പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഴ്സുകൾ, അവർ ശേഖരിച്ച വിവരങ്ങൾ, അവരുടെ സ്വകാര്യ വിവരങ്ങൾ പോലും ശരിക്കും ഇന്ന് അന്വേഷണ ഏജൻസികളുടെ കൈകളിലാണ്. അപ്പോൾ എത്രമാത്രം നമുക്കത് നേരിടാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ രാജഗോപാൽ അത് പറഞ്ഞുവെങ്കിലും ഞാനത് സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ മീഡിയ വണ്ണിനെതിരായ കേസ്, അത് ആ സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഒരു നോട്ടീസ് അവർ പുറപ്പെടുവിച്ചു. സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന മലയാളി ജേർണലിസ്റ്റ് 1 വർഷത്തിലധികമായി ജയിലിൽ കിടന്നു. ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി. അപ്പോൾ ഇങ്ങനെ സെഡിഷൻ കേസ്, UAPA കേസ്, അപകീർത്തി കേസുകൾ, ഇങ്ങനെ കേസുകൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു അപകീർത്തി കേസ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുമാണ് കേസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ കോടതികൾ കയറി ഇറങ്ങണം. ഇപ്പോൾ ജിഗ്നേഷ് മേവാനി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ MLA-ക്കെതിരെ അദ്ദേഹം ട്വിറ്ററിൽ പ്രധാനമന്ത്രിക്കെതിരെ, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരായും പ്രധാനമന്ത്രിക്കെതിരായിട്ടൊക്കെ എന്തെല്ലാം ട്രോളുകളും പരാമർശങ്ങളും നമ്മൾ നടത്താറുണ്ട്. ആരെങ്കിലും നമുക്കെതിരെ കേസെടുക്കുന്നുണ്ടോ? അതേപോലുള്ള ട്വിറ്ററിൽ പ്രധാനമന്ത്രിക്കെതിരെ ഒരു പരാമർശം നടത്തിയതിന് ഗുജറാത്തിലെ MLA ആസാമിൽ കേസെടുത്തു. അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ജയിലിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ കേസുകളുടെ ഒരു സാഹചര്യം. അതുപോലെ തന്നെ കൊല്ലപ്പെടുന്നു. അപ്പോൾ നമുക്ക് മാധ്യമപ്രവർത്തകരുടെ ഒരു വിദേശ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഒരു ഓർഗനൈസേഷനായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന എല്ലാ വർഷവും മാധ്യമ സ്വാതന്ത്ര്യ സൂചിക, പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറപ്പെടുവിക്കാറുണ്ട്. അത് 2023 ആകെ 180 രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാനം 161. ഇനി വലുതായിട്ട് താഴോട്ട് പോകാനില്ല. 150 കഴിഞ്ഞ തവണ 2022. അതിനു മുമ്പായിട്ട് 140. അങ്ങനെ ഇതാണ് നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇൻഡെക്സ് തന്നെയാണ്. ഈ BBC-യുടെ റെയ്ഡ് വന്ന സമയത്ത് ഇത് ചൂണ്ടിക്കാട്ടി അന്ന് ന്യൂയോർക്ക് ടൈംസിൽ ലേഖനം പോലും വന്നു. ഇത് ശരിക്കും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റിയെ, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയൊക്കെ ഈ അവസ്ഥ ശരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥയെ തന്നെ മോശമായി ചിത്രീകരിക്കുകയല്ലേ ശരിക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അവിടെ ലഭിക്കുന്ന പ്രതിച്ഛായയിലൂടെ.
തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് ഇപ്പോൾ പ്രമേഷ് വീണ്ടും പറഞ്ഞത്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ച ഒരു ഉദാഹരണം, ഏറ്റവും ഫ്രീ ആയിട്ടുള്ള മാധ്യമം അല്ലെങ്കിൽ ഏറ്റവും റിപ്രഷനും ഒപ്രഷനും കുറഞ്ഞ മാധ്യമ സിസ്റ്റം ഉള്ളത് ലിബറൽ ഡെമോക്രസീസ് വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലുമാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനാധിപത്യ സ്വഭാവത്തിൻ്റെയും ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസിൻ്റെയും കാരണമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏഷ്യയിൽ ഇതിപ്പോൾ ഇത്രയും ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ ഇത്രയും ഇതിൻ്റെ റേറ്റ് കൂടി നിൽക്കാൻ ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ചൈനയിലാണ്. അത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഏതാണ്ട് എത്ര ഇപ്പോൾ 6 ബില്യണോ 6.5 ബില്യൺ വരുന്ന ആൾക്കാരിൽ ഏതാണ്ട് 3 ബില്യണോളം ആൾക്കാർ, പകുതിയോളം ആൾക്കാർ ഈ 2 രാജ്യങ്ങളിലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ 2 രാജ്യം എടുത്താൽ മതി, ചൈനയും ഇന്ത്യയും എടുത്താൽ തന്നെ നമ്മുടെ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമ്പ്യൂണിറ്റിയുടെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏഷ്യ പസഫിക് വരാനുള്ള ഒരു കാരണം അതാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെമോക്രസി എന്ന് പറയുന്നത് ഡെമോക്രസി മാത്രമല്ല, ഡെമോക്രസി എന്ന് പറയുന്നത് പൗരാവകാശങ്ങളാണ്. ശരിക്കും നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണ്. ഇപ്പോൾ നേരത്തെ രാജഗോപാൽ പറഞ്ഞ പോലീസിനെ പേടി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസിനെ പേടിക്കേണ്ട കാര്യമില്ല, പത്രപ്രവർത്തകരെ റെസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതത്ര അതായത് ഒരു തൊഴിലായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഡോക്ടറെ പോലെയോ നഴ്സിനെ പോലെയോ എൻജിനീയറെ പോലെയോ ജേർണലിസം എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നൊരു പ്രൊഫഷനാണ്. അതൊരു പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തിട്ട് അതിൽ ജോലി ചെയ്ത് അതിനകത്തൊരു സോഷ്യൽ കോസ് ഉണ്ട്. അതായത് ഈ സത്യം അറിയേണ്ട അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ യുനെസ്കോയുടെ ഒരു ലൈനുണ്ട്. അവർ പറയുന്നത് നോയിങ് ദ ട്രൂത്ത് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ ട്രൂത്ത് എന്നാണ്. അതായത് സത്യം കണ്ടുപിടിക്കുന്നത് അതിലൂടെയാണ് ഈ സത്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രമേഷും പറഞ്ഞിരുന്നത്, നമ്മുടെ ഫോണോ നമ്മുടെ കമ്പ്യൂട്ടറോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ എൻറ്റയർ ലൈഫ് ഹിസ്റ്ററി, നിങ്ങളുടെ പ്രൈവസി, നിങ്ങളുടെ എല്ലാം പോയി കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ പുറത്തൊരു കേസ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ കേസ് മാഞ്ഞു പോകാതെ നിൽക്കുകയാണെങ്കിൽ പാസ്പോർട്ട് കിട്ടുന്നു. ഇപ്പോൾ പാസ്പോർട്ട് കൊടുക്കുന്ന സബ്ജക്റ്റ് ടു പോലീസ് വെരിഫിക്കേഷനാണ്. പാസ്പോർട്ട് വന്നതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല, കാരണം നിങ്ങൾക്കെതിരെ കേസുണ്ട്. ഇതിൻ്റെ പുറകിൽ നടക്കണം 2-3 വർഷം. അപ്പോൾ ഈ കോടതികൾ, ഈ എൻറ്റയർ ജുഡീഷ്യൽ സിസ്റ്റം, ഇവരെല്ലാവരും ചേർന്ന് ഇതിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിലീഫുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ 92-96 ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രമാദമായിട്ടുള്ളൊരു കേസുണ്ടായിരുന്നു. ഒരു വക്കീലിനെ ശരീരം മുഴുവൻ അടിച്ചു നുറുക്കിയ ഒരു കേസ്. അത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കാരണം CBIക്ക് പോയി. CBIക്ക് പോയപ്പോൾ അന്ന് ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന ഒരു ഓഫീസറാണ് അത് അന്വേഷിച്ചത്. അത് തേച്ചു മാച്ച് കളയാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കേരളത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അദ്ദേഹം അത് വളരെ സ്ട്രോങ് ആയിട്ട് അംഗീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കാരണം ഞാൻ ആ കേസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ റൈവൽസ് കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞ 92-96 ഇപ്പോഴുള്ള സിറ്റുവേഷനായിട്ട് നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കണം. കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. വേറെ ഒന്നിനുമല്ല, ഈ ഞാൻ ജോലി ചെയ്തിരുന്ന പത്രം ഇത് പബ്ലിഷ് ചെയ്യുന്നത് തടയണം, ഇതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, പലരും ചോദിക്കുന്ന സോഴ്സ് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ ഞങ്ങളുടെ പത്രം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പത്രമായിരുന്നു, ഞാൻ ജോലി ചെയ്യുന്ന പത്രം. എന്നാൽ പോലും എഡിറ്റർക്ക് അല്പം ഭയം തോന്നി. ഞങ്ങളുടെ ലീഗൽ റിപ്പോർട്ടർ, അദ്ദേഹം അതിനുശേഷം സുപ്രീം കോടതിയിലെ വലിയ ലീഗൽ റിപ്പോർട്ടർ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലീഗൽ റിപ്പോർട്ടറായിരുന്നു. അദ്ദേഹം പോയി ജഡ്ജിനെ പോയി കണ്ടു. ഒരു ചെറിയ കോടതിയാണ്, എഗ്മൂർ കോടതി. പോയി ജഡ്ജിനെ കണ്ടപ്പോൾ ആ ജഡ്ജ് പറഞ്ഞത്, നിങ്ങൾ ആ റിപ്പോർട്ട് എടുത്ത് പോയി പണി നോക്കാൻ പറ. അയാളുടെ പണി എന്ന് പറഞ്ഞ് ജേർണലിസ്റ്റ് ചെയ്യുകയാണ്. ഇതിനുള്ള മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം, ഐ വിൽ ഗിവ് ദ ആൻസർ ഇറ്റ് ഡിസേർവ്സ് എന്ന് പറഞ്ഞിട്ട് കേസ് വന്നപ്പോൾ അയാളെടുത്ത് ദൂരെ കളഞ്ഞു, തള്ളി. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ഒരു കേസും കൊണ്ട് പോയി കഴിഞ്ഞാൽ 14 ദിവസം പെട്ടെന്ന് റിമാൻഡിലയക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് പറയാനൊക്കത്തില്ല. ഇത് നമ്മുടെ ഒരുപാട് പേർക്ക് ഒരു കോസായിട്ട് എടുക്കാം. പക്ഷേ പല പേർക്കും ഇതൊരു ജീവിതമാർഗ്ഗമാണ്. ഇതെന്ന് പറഞ്ഞൊരു തൊഴിലാണ്. അപ്പോൾ എന്തുവായിരുന്നു നമ്മുടെ ചോദ്യം? എന്തുവായിരുന്നു? അതെ
അതെ, അതുകൊണ്ട് ഈ കേസുകളെന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ അതായത് ഒരു ജാഥ കവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പുറത്ത് കേസ് വരും, സോഴ്സുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പുറത്ത് കേസ് വരും എന്നൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാനൊക്കെ ഒന്ന് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ സിനിമയെക്കുറിച്ചോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ജേർണലിസം ഇപ്പോൾ കൂടുതൽ കാണുന്നത്. ഹാർഡ് കോർ ന്യൂസും ഹാർഡ് കോർ അനാലിസിസും ഒക്കെ കാണുന്നതിന് പകരം ഇതൊക്കെ കൂടുതൽ കാണാൻ കാരണം ഇതാണ്. ഇവിടെയും കേരളം ഒരു എക്സെപ്ഷനാണ്. കേരളത്തിലെ മീഡിയ കാണുമ്പോൾ നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും വളരെ റോബസ്റ്റായിട്ട് നിൽക്കുകയാണ്. അതിന് ഒരു കാരണം പ്രമേഷ് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെഗസി മീഡിയ, മെയിൻ സ്ട്രീം മീഡിയ 100 വർഷവും ഒക്കെ പഴക്കമുള്ള കേസുകളൊക്കെ കേരളത്തിലുണ്ട്. അതാ പറഞ്ഞ ഇത്രയും കേസുകൾ ഉണ്ടായിട്ട് പോലും ഈ മീഡിയ ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് കേരളത്തിലെ മീഡിയ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം അതായത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ രാജഗോപാൽ, ഇവിടെ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, നമ്മൾ 45 ഇതിൻ്റെ ഒരു ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഈ മാധ്യമ പ്രവർത്തനം അപകടം പിടിച്ച പണിയാണെന്നാണല്ലോ ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും നേരിടുന്ന മറ്റൊരു പ്രശ്നം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് വളരെ സമ്മർദ്ദ ഗ്രൂപ്പുകളിൽ നിന്നാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനവും ഇന്നത്തെ കാലത്തൊരു മീഡിയ കൺവർജൻസിൻ്റെ കാലത്ത് മാധ്യമങ്ങളുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയ. പക്ഷെ അവിടെ മാധ്യമപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, വ്യക്തിപരമായി ആക്രമിക്കുക, വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല, മാധ്യമങ്ങളും അതീതരല്ല സ്വാഭാവികമായിട്ടും. പക്ഷേ വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള അധിക്ഷേപം, സ്ലട്ട് ഷെയ്മിങ് അടക്കം, ലൈംഗികമായ പരാമർശങ്ങളടക്കം സംഘടിതമായ, അതായത് പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവർക്കെതിരായി അവർക്കിഷ്ടമില്ലാത്ത വാർത്തകൾ വന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന വിമർശനത്തിനെ അല്ല ഞാൻ എതിർക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനമാവാം, മാധ്യമങ്ങളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കണം, അത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരളവോളം നടക്കുന്നുണ്ട്, അത് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ വ്യക്തിപരമായി പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കം നേരിടുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്ന മുഖ്യധാര മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു തരം പ്രവണത ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് പലർക്കും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആരെ നമുക്ക് അബ്യൂസ് ചെയ്താലും അത് തെറ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് മാധ്യമങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് പ്രവചിച്ചതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മറ്റൊരു പൗരനെ നമ്മുടെ അയൽക്കാരനെയോ നമുക്ക് പരിചയമില്ലാത്തവരോ നമ്മൾ മോശമായ ഇതിൽ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരെയും സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇതൊക്കെ പ്രശ്നങ്ങളാണ് എല്ലാവരും. പക്ഷെ ഞാൻ അഗെയിൻ ഐ തിങ്ക് ദറ്റ് ദിസ് ഇസ് പാർട്ട് ഓഫ് ദ ജോബ്. അത് ഇങ്ങനെ ഒരു വലിയൊരു കാര്യമായിട്ട് എടുത്ത് നമുക്കെന്തോ ഒരു വലിയ ക്രൈസിസ് വന്നു, എന്നെ ഇത് ചെയ്തു അത് ചെയ്തു അങ്ങനെ പറഞ്ഞതിൽ കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ ഒരു സാധാരണക്കാരനെ ആലോചിച്ച് നോക്കുക. ഒരു സാധാരണ ഒരു പൗരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അയാൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാണോ? ഒരു മന്ത്രിയെ കാണാൻ ഒരു സാധാരണക്കാരനെ പറ്റുമോ? സെക്രട്ടേറിയറ്റിനകത്ത് ഒരു സാധാരണക്കാരന് പോകാൻ പറ്റും. പക്ഷേ മീഡിയക്ക് ഇതെല്ലാം മീഡിയ ആക്ടിങ് ഇസ് ദേ കൻ ഗോ എനിവെയർ എന്നുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചൊക്കെ തൊലിക്കെട്ടി വേണം. അല്ലാതെ തൊട്ടാവടിയായിട്ടിരുന്നാൽ വൈകാരികമായി കാണേണ്ടതില്ല. കാണേണ്ടതില്ല. മാത്രമല്ല താങ്കൾ പറഞ്ഞ പോലെ വി ആർ നോട്ട് ബിയോണ്ട് ക്രിറ്റിസിസം. നമ്മൾ ക്രിറ്റിസിസം ഫേസ് ചെയ്യാതെ വി ക്യാൻ ക്രിറ്റിസൈസ് അതേഴ്സ്. അപ്പോൾ ഇത് കുറച്ച് എക്സാഗ്രേറ്റ് ഈ പറയും പോലെ അങ്ങനെ ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ അതൊരു ഭയങ്കര ക്രൈസിസ് രീതി പ്രൊപ്പോർഷണലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇൻഡിവിജ്വൽസിന് നമുക്ക് പറ്റുമ്പോൾ നമ്മളത് എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല. രണ്ടാമത് എഗെയിൻ ഐ നീഡ് ടു പ്രൊമോട്ട് എൻ്റെ കളിക്കൂട്ടുകാരനാണ്. ബട്ട് ഐ നീഡ് ടു ഒരു വിയോജിപ്പുണ്ട്. ജേർണലിസം ഒരു പ്രൊഫഷൻ അല്ല, അത് പ്രൊഫഷൻ ആയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെല്ലാം ജോലികളുണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് അതർ ജോബ്സ് ആർ ദെയർ. ബട്ട് ഒരു ജേർണലിസം, പ്രത്യേകിച്ച് ഒരു ക്രൈസിസ്, ഇന്ത്യയെ പോലെ ഇപ്പോൾ ഒരു ക്രൈസിസ് നേരിടുന്ന സമയത്ത് ഇഫ് യു ബിക്കം എ ജേർണലിസ്റ്റ്, അതൊരു പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് യു ആർ ഡിഫീറ്റഡ് ദ പർപ്പസ്. ഡോണ്ട് ബിക്കം എ ജേർണലിസ്റ്റ് ദെൻ. ഈ ചർച്ച അവസാനിപ്പിക്കുന്ന പ്രമോദ്, വളരെ ഹ്രസ്വമായിട്ട് ഒരു കാര്യം കൂടി. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ച്, അവർക്ക് നല്ല കാലത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ കേരളത്തിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ ഉന്നതമായ കാഴ്ചപ്പാടുണ്ട് എന്ന് കരുതുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ പോലും മാധ്യമങ്ങൾക്കെതിരെ കേസുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കേസ് ഉണ്ടാവാൻ പാടില്ലെന്നല്ല. ഇപ്പോൾ എ കെ ആൻ്റണി ഭരിക്കുന്ന ഒരു കാലത്താണ് അന്ന് വ്യാജരേഖ കേസ് മാധ്യമങ്ങൾക്കെതിരെ എടുത്തത്. 2 പേരെ അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിലാവുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു മംഗളത്തിൻ്റെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അന്നത്തെ മംഗളത്തിൻ്റെ മേധാവികളെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ അത്തരം കേസുകൾ നമ്മൾ നേരിടാനും തയ്യാറാണ്. പക്ഷേ
റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർക്കെതിരായി കേസെടുക്കുന്ന നിരവധി സംഭവങ്ങൾ, ചർച്ച ചെയ്തതിൻ്റെ പേരിൽ ആരെങ്കിലും കൊടുക്കുന്ന കേസുകളുടെ പേരിൽ, ആങ്കറുടെ പേരിൽ കേസെടുക്കുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടാകുന്നു. അത് ഈ നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിന് അത് അങ്ങനെ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? അതിനെയും നമ്മൾ വടക്കോട്ട് മാത്രം നോക്കിയാൽ പോരാ, ഇവിടുത്തെ ഇത്തരം പ്രവണതകൾ കൂടി എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കാണാൻ തുടങ്ങിയ ഒരു പ്രവണതയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇത് പ്രോക്സികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. ഡയറക്റ്റായിട്ട് കേസ് കൊടുക്കത്തില്ല, പ്രോക്സികളെ കൊണ്ട്. തമിഴ്നാട്ടിലൊക്കെ ധാരാളം ചെയ്യുമായിരുന്നു. അതായത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊരു കേസ് കൊടുക്കും, അയാൾക്ക് എന്താണ് അയാളുടെ ലോക്കൽ സ്റ്റാൻഡ് എന്ന് ആരും ചോദിക്കത്തില്ല, പോലീസ് ചോദിക്കത്തില്ല, ജഡ്ജി ചോദിക്കത്തില്ല. അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഇപ്പോൾ വരുന്നുണ്ട്. അതൊരു പുതിയ ട്രെൻഡാണ്. അത് ഓർഗനൈസ്ഡ് ആകാനാണ് സാധ്യത. കാരണം ഇതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്നില്ല, പലയിടത്തും നമ്മളിന്ന് കാണുന്നുണ്ട്. ജേർണലിസം തന്നെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ച് ഒരു മിഷനായിട്ട് എടുത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് ധാരാളം സപ്പോർട്ടേഴ്സിന് കിട്ടുന്നു. അപ്പോൾ ഇത് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ അവരിതൊരു പ്രൊഫഷണൽ അല്ലാതെ ഇതൊരു മിഷനായിട്ട് തന്നെ എടുത്തൊരു ഡെമോക്രസിയുടെ പ്രോസസ്സായിട്ട് എടുക്കുമ്പോൾ പോലും പെട്ടെന്ന് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് അവരെ വല്ലാതെ ബാധിക്കും. എനിക്ക് തോന്നുന്നു അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാം. പ്രമേഷ് പറഞ്ഞതുപോലെ സ്ത്രീകളെ, ഇതും ഒരു ഗ്ലോബൽ ട്രെൻഡാണ്. സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. നമ്മുടെ കേരളത്തിൽ അത് വളരെ വളരെ കൂടുതലായിട്ട് കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വന്ന ഒരുപാട് കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് സൈബർ ആക്രമണങ്ങൾ നടത്തുക, അവരെ നേരത്തെ പറഞ്ഞുള്ള സ്ലട്ട് ഷെയ്മിങ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇവർ വളരെ റോബസ്റ്റായിട്ട് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മൊത്തം ഇന്ത്യക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രോമിസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. ചോദ്യങ്ങൾ ഉന്നയിക്കാം. എൻ്റെ പേര് അൻവർ ഹുസൈൻ. വളരെ വേഗത്തിൽ ചോദിക്കാം. ഈ അടുത്ത കുറേ സെഷനുകളിൽ ഞാൻ പങ്കെടുത്തു. ഏറ്റവും നല്ല മോഡറേറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കാര്യം നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് എൻ്റെ ചോദ്യമുള്ളത്, വാഴ്ത്തുപാട്ടിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ പത്രക്കാരിൽ വാഴ്ത്തുപാട്ടുണ്ടോ? KP കേശവമേനോൻ്റെ മാതൃഭൂമി ഈ വാഴ്ത്തുപാട്ടിൻ്റെ ഭാഗമാണോ? ചിലപ്പോഴെങ്കിലും ജന്മഭൂമിയെ കവച്ചു വെച്ചുകൊണ്ട് മാതൃഭൂമി ചോദിക്കുന്നുണ്ടോ, മാതൃഭൂമി ഇടപെടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഫെസ്റ്റിവലിൻ്റെ നിലത്ത് നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം നമ്മുടെ നാട് നൽകുന്ന ജനാധിപത്യ മൂല്യബോധമാണ്. ഒറ്റ ചോദ്യം കൂടി നമ്മുടെ രാജഗോപാലിനോടുകൂടി ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു സാത്വികരായിട്ടുള്ള വായനക്കാർ അവരാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രമോഷന് കാരണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. എൻ്റെ ചോദ്യം, പോടാ പട്ടി എന്ന് വിളിക്കുന്നതിന് പകരം അല്ലയോ ശ്വാനകുമാര എന്ന് വിളിക്കേണ്ടതുണ്ടോ? അല്ല, എന്നോട് മോഡറേറ്റർ സാറിന് ചോദ്യം മറുപടി പറയേണ്ട കാര്യമില്ല. ഞാനല്ല ശരിക്കും അതിഥികൾ. എന്നെ മോഡറേറ്ററുടെ റോളിനെ അഭിനന്ദിച്ചതിൽ നന്ദി. മാതൃഭൂമിയെ വിലയിരുത്താനുള്ള അവകാശം താങ്കൾക്കുണ്ട്. മാതൃഭൂമിയെ പ്രതിനിധീകരിച്ച് അതിന് മറുപടി പറയാൻ ഞാൻ ഓതറൈസ്ഡ് അല്ല, ഞാനല്ല, അദ്ദേഹത്തിൻ്റെ എഡിറ്ററാണ് മറുപടി നൽകേണ്ടത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പരസ്യമായിട്ട് അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. നമുക്ക് നേരിട്ട് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാമെന്ന് കരുതുന്നു. ഞാൻ മൈക്ക് രാജഗോപാൽ. താങ്കൾ പറഞ്ഞോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അപ്പം ഞാൻ ഈ ശ്വാനൻ എന്ന് വരും പട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു താങ്കൾ പറഞ്ഞ പച്ചയ്ക്ക് പറയാമെന്നുള്ളതാണ് ജേർണലിസം, അല്ല സംശയമില്ല. അതിന് നമ്മൾ കൗച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പക്ഷേ ഞാൻ പറയുന്ന പോലെ അത് ഐ ഡോണ്ട് റിഗ്രറ്റ് വാട്ട് ഐ ഡിഡ്. ഞാൻ എഡിറ്ററായത് 2016 ഞാൻ വിചാരിച്ചത് മാക്സിമം 1 വർഷം ലാസ്റ്റ് ടൈം. പിന്നെ 2019 നരേന്ദ്രമോദി തിരിച്ചു വന്നപ്പോൾ ഐ വാസ് ഷുവർ ദാറ്റ് ഐ വിൽ ലൂസ് മൈ ജോബ് എനി ഡേ. പക്ഷേ ഇവൻച്വലി ഇറ്റ് വെൻറ്റ് ഓൺ ഫോർ 7 years. 7 years എന്ന് പറഞ്ഞാൽ ഇന്നലെയും പറഞ്ഞ 7 years എന്ന് പറഞ്ഞാൽ ഞാൻ 2963 പേജുകൾ ഐ ലെഡ് ദ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. So that is fine. It's okay with. ഞാൻ ശ്രീകുമാർ അങ്കമാലി. ഈ മാധ്യമ പ്രവർത്തനം അപകടം പിടിച്ച പണിയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള പല സെക്ടറിലും അപകടം പിടിച്ച പണിയാണ്. പക്ഷേ മാധ്യമത്തിൽ പറ്റുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെൽ അൺഓർഗനൈസ്ഡാണ് നിങ്ങളുടെ എംപ്ലോയീസ്. ഒരു കൊളീഗിന് എന്തെങ്കിലും പറ്റുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു
കളക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ആണ് എൻ്റെ ചോദ്യം. ഞാൻ പറയണോ പ്രമോദ് പറയണോ? ഇത് നമ്മുടെ പൊതുവേ നമ്മുടെ സൊസൈറ്റി പറ്റിയ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു യൂണിയൻ ഉണ്ടായിരുന്നു. പക്ഷേ 93-94 കഴിഞ്ഞപ്പോഴേക്കും ലിബറലൈസേഷൻ കാരണം അത് കോസ് അല്ല, അത് ഫെസിലിറ്റേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മാധ്യമത്തിൽ ഭയങ്കരമായിട്ട് ശമ്പളം കൂടി. അതുവരെ ഈ പ്രമോദ് പറഞ്ഞ പോലെ ആയിരുന്നു ക്ലാസ് 4 ജീവനക്കാരന്. പക്ഷേ 92 ശേഷം ഏകദേശം 93-94 ആയപ്പം ഒരുപാട് പരസ്യം കാര്യങ്ങൾ, പുതിയ കാറുകൾ, പുതിയ ഈ കെല്ലോഗ്സ് പോലുള്ള കമ്പനികൾ വരുന്നു, അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് വരുന്നു. അവരുടെ പരസ്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് 16 പേജായിരുന്ന പത്രങ്ങൾ 24 പേജാകുന്നു, 24 പേജാകുന്നു, 32 പേജാകുന്നു. ഇങ്ങനെ വന്നപ്പോൾ ആളുകളെ വേണമെന്ന് പറഞ്ഞാൽ പത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോച്ച് ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ കളി പറയല്ല. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എക്കണോമിക് ടൈംസും ബിസിനസ് സ്റ്റാൻഡേർഡും 2 പത്രം. അപ്പോൾ അത് ബൈ കോയിൻസിഡൻസ് അതിൻ്റെ താഴെ കൂടെ ഒരു അണ്ടർപാസ് ഈ 2 ഓഫീസും കൂടെ ബിൽഡ് ചെയ്യുന്ന സ്ട്രീറ്റ് കണക്ട് ചെയ്തു. അപ്പോൾ ആൾ പറയായിരുന്നു, അത് അതിശോക്തിയല്ല, രാവിലെ ഇവിടുന്ന് ഒരുത്തൻ ഈ അണ്ടർപാസിൽ കൂടെ ആരും കാണാതെ അപ്പുറത്ത് പോയി ഒരു എഴുത്ത് വാങ്ങിക്കും, അവിടെ നിന്ന് പിറ്റേ ദിവസം വൈകുന്നേരം വന്ന് ഇവിടുന്ന് ഒരു എഴുത്ത് വാങ്ങിക്കും. ഒരു 2-3 പ്രാവശ്യം അങ്ങനെ നടക്കുമ്പോഴേക്കും ഏകദേശം 30,000-40,000 അവന് കൂടും. അവൻ്റെ കാറിൻ്റെ ബ്രാൻഡ് മാറും, അവന് ഒരു ക്യാബിൻ കിട്ടും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ യൂണിയൻ തകർന്നു. കാര്യം ആരും യൂണിയൻ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാം വേജ് ബോർഡിൽ നിന്ന് മാറിയിട്ട് ഇവരെല്ലാം കോൺട്രാക്ട് ഇതിലോട്ട് വരികയോ അല്ലെങ്കിൽ പ്രത്യേകം കമ്പനി സ്പെസിഫിക് കോർപ്പറേറ്റ് വേജ് ബോർഡ് എന്നും പറഞ്ഞ് എങ്കിൽ മാത്രമേ ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ വേജ് ബോർഡ് വളരെ കുറവായിരുന്നു ശമ്പളം. അതിനുശേഷം ഈ വേജ് ബോർഡ്, മജീദ വേജ് ബോർഡ് എന്ന് പറഞ്ഞ് വലിയൊരു വേജ് ബോർഡ്, അവർ ഇതിനെക്കാട്ടി കൂടുതൽ ശമ്പളം ഓഫർ ചെയ്യുകയും എല്ലാ പത്രങ്ങളും നമ്മൾ വിശ്വസിക്കുന്ന പത്രങ്ങൾ തമ്മിൽ, ഈ ടെലിഗ്രാഫ്, എൻ്റെ പത്രങ്ങൾ ഉൾപ്പെടെ, ടൈംസ്, അവരെല്ലാം പരസ്യത്തിൽ അവരെല്ലാം ശത്രുക്കളാണ് പബ്ലിക്. പക്ഷേ ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഈ വേജ് ബോർഡ് നേരെ കേസ് കൊടുക്കുകയും അങ്ങനെ പക്ഷേ കേസ് കൊടുത്ത് അവർ പരാജയപ്പെട്ടു. എന്നിട്ട് കോടതി ഈ മജീദ വേജ് ബോർഡ് അക്സെപ്റ്റ്. പക്ഷേ ബൈ ദെൻ ഇറ്റ് വാസ് ടു ലേറ്റ്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരാൾ മാത്രമാണ് വേജ് ബോർഡ്, ബാക്കി എല്ലാവരും മറ്റേ കോർപ്പറേറ്റ് വേജ് ബോർഡാണ്. അപ്പോൾ യൂണിയൻ, അപ്പം നമ്മുടെ സെൽഫിഷായിട്ട് നമ്മൾ തന്നെ യൂണിയനെ തകർക്കായിരുന്നു. അപ്പോൾ ഇന്ന് മീഡിയ താങ്കൾ പറഞ്ഞാൽ വളരെ ശരിയാണ്. പേരിന് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിനു വേണ്ടി ചില യൂണിയനിൽ നിന്നുണ്ടായത് കംപ്ലീറ്റ്ലി യൂണിയൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അതിൻ്റെ പ്രൈസ് വി ആർ പേയിങ് നൗ. ഇപ്പോൾ ആരും നമ്മൾ ആ കവിതയില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ആരും നിങ്ങളുടെ ഇല്ല എന്നുള്ളത്, അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പം. വല്ലപ്പോഴും ഒരു എഡിറ്റേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക, അല്ലെങ്കിൽ KUWJ പോലുള്ള ഒരു പറയുക എന്നല്ലാതെ ദേ ആർ നോട്ട് ഇൻഫ്ലുവൻഷ്യൽ അറ്റ് ഓൾ. അവർക്ക് യാതൊരു ബാർഗൈനിങ് പവറുള്ള മാനേജ്മെൻറ്റ്സുമായിട്ട്. വേണ്ടത് മാനേജ്മെൻറ്റുമായിട്ടുള്ള ബാർഗൈനിങ് പവറാണ്, അതില്ല. അപ്പോൾ യൂണിയൻ ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. അതിൻ്റെ നമ്മുടെ മീഡിയയുടെ ഒരു പ്രിൻസിപ്പൽ റൈറ്റ് ആയിരുന്നു, റൈറ്റ് ടു ഓർഗനൈസ്. അത് നമ്മൾ തന്നെ കളഞ്ഞു കുളിച്ചതാണ്. വി ഓർസെൽവ്സ് ഫ്രിറ്റഡ് ഇറ്റ് അവേ. രാജഗോപാൽ സാറിനോടാണ് ചോദ്യം. വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു നേരായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ സാറ് ജോലി ചെയ്യുന്ന സ്ഥാപനം സാറിന് ഉദ്യോഗക്കയറ്റം നൽകി. സാറ് പ്രതീക്ഷിച്ചിരിക്കാതെ സാറിനെ ഉദ്യോഗക്കയറ്റം നൽകി സാറിൻ്റെ സ്ഥാപനം. ഈ ഉദ്യോഗക്കയറ്റം സാറിനെ വ്യക്തിപരമായി അസ്വസ്ഥമാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരുത്തരം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാലും പിരിച്ചുവിട്ട പോലെ തന്നെയാണ്. ഞാനൊരു ഡിസ്മസിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് എന്നെ വല്ലൊരു പൂട്ടിലിരുത്തുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് പോകുന്നു സംസാരിക്കാനും എഴുതാനും എനിക്ക് ആ പത്രത്തിൽ മാത്രമേ എഴുതാനൊക്കെ ഉള്ളൂ. ഞാൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ എൻ്റെ മകനെ ഞാൻ നേരെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി 4 മണിക്കാണ് പലപ്പോഴും വീട്ടിൽ തിരിച്ചു വരിക. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്ക് ആകെ ഒരു മാസം ഒരു കോളം എഴുതുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു 2-3 മണിക്കൂറിൽ കോളം തീർക്കാം, ബാക്കി സമയം ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇങ്ങനെ അലഞ്ഞിടന്ന് വായി തോന്നുന്നൊക്കെ വിളിച്ച് പറഞ്ഞ് എനിക്കിനി മാതൃഭൂമി ജോലി കിട്ടൂല, മനോരമയിൽ ജോലി കിട്ടൂല, ടൈംസ് ഓഫ് ഇന്ത്യ ജോലി കിട്ടൂല, ഒരിടത്തും ജോലി കിട്ടാതെ എൻ്റെ അപ്പോൾ ഇങ്ങനെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു സുഖമുള്ള കാര്യമല്ല. പക്ഷേ വീണ്ടും പറയുന്നത്, I was expecting this. I didn't expect this to last this long, and I count every additional day I count as a blessing എന്നുള്ളൊരു കാര്യം. മാധ്യമപ്രവർത്തകരല്ല, പൗരരാണ് വേട്ടയാടപ്പെടുന്നത് എന്ന ചിന്തയിലേക്ക് നമ്മളെ എത്തിച്ച രാജഗോപാൽ സാറിനും പ്രമോദ് സാറിനും പ്രമേഷ് സാറിനും നന്ദി പറയുന്നു.